ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു മുളക് കട്ട് ചെയ്യാൻ പോവാം. എന്തിനായിട്ടാ മുളക്? മീൻകറി ഉണ്ടാക്കാം. ഞങ്ങൾ ഇന്ന് മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണ്. കണ്ടോ ഞങ്ങളുടെ മുളക് കണ്ടോ? ഞങ്ങളുടെ ആദ്യത്തെ വിളവെടുപ്പാണ്. അതെ, ഫസ്റ്റ് വിളവെടുപ്പ് എനിക്കാനടാന്ന്. കണ്ടോ, ഇതാണ് മുളക്. നോക്ക്, അങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യട്ടെ? യെസ്, ലുക്ക് ഗായ്സ്, this is the മുളക്. വലിയ മുളകാണ്. ആമിഷതേന്റെ അവിടെ ഇരുന്ന് വീഡിയോ കാണുവാണ്. എന്ത് വേണാമോ? ഇത് ഭയങ്കര എരിവാണ്. ഇത് ആമിയുടെ തലയുടെ അത്ര നീളം ഉണ്ടടി, കണ്ടോ? ഒരു മുളകും കൂടി കട്ട് ചെയ്യണോ? ഇനി നമുക്ക് ഒരു മുളകും കൂടെ കട്ട് ചെയ്യാം. ബാക്കിയൊക്കെ ചെറുതാണ്, ഇതെല്ലാം വരുന്നതേ ഉള്ളൂ. ഇത് വേണ്ട പൊട്ടറ്റോ ആണ്, ഇത് ചീരയാണ്, പിന്നെ ഇത് ബ്രിഞ്ചാളാണ്, അത് തക്കാളി ഉണ്ട്. ഇതും കണ്ടോ, നോക്ക്. മുളക് മാത്രമേ കിളുത്തുള്ളൂ അല്ലേ ഏട്ടാ? ഇത് നമുക്കും കട്ട് ചെയ്യാം. നോക്കാം. ആ, കണ്ട് മുളകിന്റെ കട്ടിയലാണ്. മുളക്. അങ്ങനെ നമുക്ക് 2 മുളക് കിട്ടി, അത് മാത്രമേ കിട്ടിയുള്ളൂ. അല്ലാതെ ഇവിടെ ഉണ്ട്, വേണ്ടോ, ബീൻസ് ഉണ്ട്, പിന്നെന്താ ഈ കുഞ്ഞു കുക്കുംബർ കിളുത്ത് വരുന്നുണ്ട്, പിന്നെ ചീര, ബീട്രൂട്ട്. മുള്ളുള്ള കുക്കുംബർ. മുള്ളുള്ള കുക്കുംബർ ഉണ്ടോ? അത് വലുതാകുമ്പോ മുള്ളു പോവായിരിക്കും. എനിക്കറിയത്തില്ല, ഇത് കുക്കുംബർ അല്ലേ? അപ്പൊ അറിയത്തില്ല, കുക്കുംബർ ആന്ന് പറഞ്ഞ് വാങ്ങിയതാ. ഇത് കണ്ടോ, കുഞ്ഞു ബീട്രൂട്ട്. ഏത്, ഈ വെണ്ടയ്ക്കയോ? ആ, വെണ്ടയ്ക്ക നമുക്ക് ഒരു ദിവസം സാമ്പാർ ഉണ്ടാക്കാം. ഒരു സാമ്പാർ ഉണ്ടാക്കാനുള്ള തക്കാളി ഉണ്ട്. ഒരു സാമ്പാറല്ല, കുറെ സാമ്പാർ ഉണ്ടാക്കാനുള്ള തക്കാളി. ഞങ്ങൾക്ക് തക്കാളി ഒക്കെ കേൾക്ക് വരുന്നുണ്ട്. ഇതന്നെ ഉണ്ടോ, കുഞ്ഞു 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 തക്കാളികൾ അവിടെ ഉണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല ഒന്നും. ഇവിടെ തക്കാളി ഉണ്ട്, ഇവിടെ തക്കാളി ഉണ്ട്, ഇവിടെ ഒരു ക്യുക്കുംബർ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഈ മുളകും വെച്ച് മീൻകറി ഉണ്ടാക്കാം. കാര്യത്തിൽ കട്ട് ചെയ്ത പണി പാളി. ഇത് പച്ചിമുളകായിരുന്നു, എരിവില്ലാത്ത മുളകാണ്. പച്ചിമുളകാണോ എന്ന് അറിയത്തില്ല, മറ്റേത് എന്തായാലും വലുതാവട്ടെ, നമുക്ക് നോക്കാം. നിരാശയോടുകൂടി എന്തായാലും മീൻകറി വെക്കാം. ഉച്ചയ്ക്കല്ലേ ഒരു നാടൻ വൈബ് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേണ്ട നമ്മൾ പരിപ്പുണ്ടാക്കാൻ പോവുകയാണ്. അയല എടുത്തു, ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാം. ഫിഷ് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനിനി നമുക്ക് വറുത്തെടുക്കാം. നന്നായി മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടിയിൽ നമ്മുടെ മീൻകറി റെഡിയായി, നമ്മുടെ പരിപ്പ് റെഡിയായി, ഇന്നത്തെ സ്നാക്കിന് വേണ്ടി ഏത്തക്കപ്പം റെഡിയാക്കി, ചോറ് ഓൾറെഡി റെഡിയായി. ഫുഡൊക്കെ കഴിച്ച് വൈകിട്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി. അപ്പം അവിടെ കരിക്കുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കരിക്കൊക്കെ വാങ്ങി കുടിച്ചു. വീക്കെൻഡ് 2 ദിവസം പോയതേ അറിയില്ല.